يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. അല്ലയോ സത്യവിശ്വാസികളായവരെ, നമസ്കാരത്തിനൊരുങ്ങിയാൽ മുഖങ്ങളും മുട്ടുവരെ കൈകളും കഴുകേണ്ടതാകുന്നു. ശിരസ്സുകൾ കൈകൊണ്ട് തടവുകയും വേണം. ഞെരിയാണിവരെ കാലുകളും കഴുകേണ്ടതാകുന്നു. ജനാബത്ത് ഉള്ളവരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവുക. നിങ്ങൾ രോഗികളോ യാത്രക്കാരോ ആയി, അല്ലെങ്കിൽ ഒരുവൻ വിസർജിച്ചു വരികയോ സ്ത്രീയെ സ്പർശിക്കുകയോ ചെയ്തു, എന്നിട്ട് വെള്ളം കിട്ടിയില്ല എങ്കിൽ അപ്പോൾ ശുദ്ധിയുള്ള മണ്ണ് ഉപയോഗിച്ചുകൊള്ളുക. അതിൽ കൈപ്പത്തി കൊണ്ട് അടിച്ച് മുഖവും കൈകളും തടവുക. അല്ലാഹു നിങ്ങളുടെ ജീവിതം ക്ലേശകരമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യുത അവൻ നിങ്ങളെ ശുദ്ധീകരിക്കാനും അവന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു തരാനുമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. വുളൂഇന്റെ രൂപമാണ് ഈ സൂക്തത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. നബി തിരുമേനി നൽകിയ വിശദീകരണത്തിൽ നിന്ന് കുലുക്കിയൊഴിയുന്നതും മൂക്ക് വെടിപ്പാക്കുന്നതും മുഖം കഴുകണമെന്ന വിധിയിൽ ഉൾപ്പെടുമെന്ന് മനസ്സിലാവുന്നു. ഇതുകൂടാതെ മുഖം കഴുകൽ പൂർണ്ണമാവുന്നതല്ല. ചെവി തലയുടെ ഒരു ഭാഗമാകയാൽ തലയോടൊപ്പം ചെവിയുടെ ഉള്ളും പുറവും തടവേണ്ടതാണ്. വുളു തുടങ്ങുന്നതിന് മുമ്പ് 2 മുൻകൈകൾ കഴുകേണ്ടതുണ്ട്. എന്തെന്നാൽ ആദ്യം അവ ശുദ്ധിയായെങ്കിലേ അവ കൊണ്ട് വെള്ളമെടുത്ത് വുളു ചെയ്യാൻ ഒക്കൂ. സംഭോഗം കൊണ്ടും നിദ്രയിലോ മറ്റോ ഇന്ദ്രിയ സ്ഖലനമുണ്ടായതുകൊണ്ടും ജനാബത്തുകാരനായാൽ കുളി നിർബന്ധമാകുന്നു. ജനാബത്തുകാരൻ കുളിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കുന്നതും ഖുർആൻ സ്പർശിക്കുന്നതും അനുവദനീയമല്ല. അല്ലാഹു ഇപ്രകാരം ശുദ്ധീകരണ നിയമങ്ങൾ പഠിപ്പിക്കുന്നതെന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കുകയാണ് സൂക്താന്ത്യത്തിലെ വലാക്കിൻ എന്ന് തുടരുന്ന വാക്യം. മനഃശുദ്ധി പോലെ തന്നെ ശരീരശുദ്ധിയും ഒരനുഗ്രഹമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹം പരിപൂർണമാകേണ്ടതിന് ശരീര മനസ്സുകളുടെ ശുദ്ധിയെ സംബന്ധിച്ച നിർദ്ദേശവും അവങ്കിൽ നിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്നു. واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. അല്ലാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുവിൻ. അവൻ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്രതിജ്ഞ വിസ്മരിക്കാതിരിക്കുകയും ചെയ്യുവിൻ. അതായത്, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരണം കൈക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അല്ലാഹുവിനെ ഭയപ്പെടുവിൻ. അല്ലാഹു ഹൃദയരഹസ്യങ്ങൾ വരെ അറിയുന്നവനല്ലോ. ജീവിതത്തിന്റെ നേരായ രാജപാത നിങ്ങൾക്ക് പ്രകാശിതമാക്കി തരികയും ലോകത്തെ സന്മാർഗത്തിൽ നയിക്കുക എന്ന പദവിയിൽ നിങ്ങളെ അവരോധിക്കുകയും ചെയ്ത അനുഗ്രഹം ഓർക്കാൻ ആവശ്യപ്പെടുകയാണ് ഈ സൂക്തം. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط
ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. അല്ലയോ വിശ്വസിച്ചവരെ, അള്ളാഹുവിനു വേണ്ടി നേർമാർഗത്തിൽ ഉറച്ചു നിലകൊള്ളുന്നവരും നീതിക്കു സാക്ഷ്യം വഹിക്കുന്നവരുമാകുവിൻ. ഒരു ജനത്തോടുള്ള വിരോധം നിങ്ങളെ നീതിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പാടില്ലാത്തതാകുന്നു. നീതി പാലിക്കുവിൻ, അതാണ് ദൈവഭക്തിയോട് ഏറ്റം ഇണങ്ങുന്നത്. അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായി വർത്തിക്കുവിൻ. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരോട് അവരുടെ പിഴകൾ പൊറുക്കുകയും സൽക്കർമ്മങ്ങൾക്ക് മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാകുന്നു. والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. എന്നാൽ സത്യത്തെ നിഷേധിക്കുകയും നമ്മുടെ സൂക്തങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തവരോ നരകാവകാശികൾ തന്നെയാകുന്നു. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون. അല്ലയോ വിശ്വസിച്ചവരെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം ഒന്നോർത്തു നോക്കുവിൻ. ഒരു ജനം നിങ്ങളെ കയ്യേറ്റം ചെയ്യാൻ തുനിഞ്ഞതായിരുന്നു. പക്ഷേ അവർ നിങ്ങളുടെ നേരെ കരമുയർത്തുന്നത് അള്ളാഹു തടഞ്ഞു. അള്ളാഹുവിനെ ഭയപ്പെട്ട് പ്രവർത്തിക്കുവിൻ. വിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിൽ തന്നെയാകുന്നു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് നിവേദനം ചെയ്ത ഒരു സംഭവമാണ് ഈ സൂക്തം സൂചിപ്പിക്കുന്നത്. യഹൂദരിൽ ഒരു വിഭാഗം തിരുമേനിയെയും പ്രധാന ശിഷ്യന്മാരെയും വിരുന്നിന് ക്ഷണിച്ചു. അവരെ ഗൂഢമായി വധിക്കാനും അങ്ങനെ ഇസ്ലാമിന്റെ ജീവൻ കെടുത്താനും യഹൂദർ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അവരുടെ ഗൂഢതന്ത്രം തക്ക സമയത്ത് തിരുമേനിയെ അള്ളാഹു അറിയിച്ചതിനാൽ ആ പദ്ധതി പൊളിഞ്ഞു. തിരുമേനി സൽക്കാരത്തിൽ പങ്കെടുത്തില്ല. ഇവിടുന്നങ്ങോട്ട് പ്രഭാഷണമുഖം ഇസ്രായേലിലേക്ക് തിരിയുന്നു. അതിനാൽ ഒരാമുഖമെന്ന നിലയ്ക്ക് പ്രസ്തുത സംഭവം അനുസ്മരിപ്പിച്ചതാണ്. ഈ പ്രഭാഷണത്തിൽ 2 കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, മുൻഗാമികളായ വേദക്കാർ അവലംബിച്ച നയം അനുവർത്തിക്കുന്നതിൽ നിന്ന് മുസ്ലിങ്ങളെ തടയുക. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും സമുദായങ്ങളോട് അള്ളാഹു വാങ്ങിയിരുന്ന കരാർ അവർ ലംഘിച്ചതുപോലെ മുസ്ലിങ്ങൾ അവനോട് ചെയ്ത കരാർ ലംഘിക്കരുതെന്ന് പ്രത്യേകം താക്കീത് ചെയ്തിരിക്കുന്നു. അവരത് ലംഘിച്ചാൽ പൂർവികർ വഴിപിഴച്ചതുപോലെ അവരും പിഴച്ചു പോകും. 2, ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരെ സത്യദീനിലേക്ക് ക്ഷണിക്കുന്നു. يا أيها الذين